എന്റെ വാത്സല്യ മക്കളെ, നിങ്ങൾ എന്തിനു നെടുവേർപ്പെടുന്നു? നിങ്ങൾ എന്തിനു നിരാശപ്പെടുന്നു? അപൂർണമായി ഞാൻ നിങ്ങളിലെ അപൂർണത വരുമ്പോൾ അപൂർണത നിങ്ങളിലേക്ക് മാറും. നിങ്ങൾ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, താനേ അപൂർണത പോയിക്കൊള്ളും. എന്റെ വാത്സല്യ മക്കളെ, എന്റെ പ്രബോധനത്തിന്റെയും എന്റെ കൃപാവരത്തിന്റെയും എന്റെ വരദാനങ്ങളുടെയും നിങ്ങളെ ഞാൻ പൂർണ്ണതയിലേക്ക് നയിക്കും. ഞാൻ നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇത് വിശ്വസിക്കുവിൻ, ഇത് വിശ്വസിക്കുവിൻ, ഇത് സ്വീകരിക്കുവിൻ. ആമേൻ, ആമേൻ. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah. Thank you Lord, praise you Lord, praise you Jesus, hallelujah, hallelujah, hallelujah. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മളിൽ വസിക്കുന്ന പിതാവേ, അങ്ങയെ സ്തുതിക്കുക, ആരാധിക്കുക, അങ്ങേക്ക് നന്ദി പറയും. വസിക്കുന്ന പുത്രനായ യേശുവേ, അങ്ങയെ സ്തുതിക്കുക, ആരാധിക്കുക, അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുക, ആരാധിക്കുക, അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ക്രൈസ്തവ പ്രാർത്ഥന എന്ന 4-ാം ഭാഗത്തിലെ 2626 ഖണ്ഡികയാണ്. 2626 ഖണ്ഡികയാണ്. അപ്പോൾ ഞാനത് വായിക്കട്ടെ. സ്തുതിപ്പും ആരാധനയും ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു. ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ അതിനു പകരമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ വാഴ്ത്തുവാൻ മനുഷ്യഹൃദയത്തിന് കഴിയും. അപ്പോൾ ഇവിടെ ഈ ഖണ്ഡികയിൽ സ്തുതിപ്പിനെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും അല്ലെങ്കിൽ ആശീർവാദത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ ഖണ്ഡികയിൽ പറയുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് ഞാൻ ആലോചിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 16-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ, 16-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ, അതൊന്ന് എടുത്തേ, എല്ലാവരും എടുത്തേ, ആ ബൈബിൾ ഒന്ന് എടുത്തേ എല്ലാവരും. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് പൗലോസ് തടവറയിൽ ആകുന്ന ഭാഗമുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ. എന്നാലും ഞാനതൊന്ന് വായിക്കാം, ഓടിച്ച് വായിക്കാൻ പോവാണ്. പൗലോസ് തടവറയിൽ എന്നുള്ളത്, അതായത് 16 മുതൽ വായിക്കാം. നമുക്ക് നമ്മുടെ ആ ഭാഗം ശരിക്ക് 16-ാം അധ്യായത്തിൽ 25 മുതലുള്ള വചനങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ 16-ാം അധ്യായത്തിൽ 16 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കാൻ പോവാണ്. പൗലോസ് തടവറയിൽ. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പറയുന്ന അരൂപി ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു.
ലക്ഷണം പറച്ചിൽ വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വലിയ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. അവർ രക്ഷയുടെ മാർഗം നിങ്ങളെ അറിയിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് ആ അരൂപിയോട് പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്ന് പുറത്തു പോകും. തൽക്ഷണം അത് പുറത്തുപോയി. അവളുടെ യജമാനന്മാർ ആദായമുണ്ടാക്കാമെന്ന തങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. അവർ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ എത്തിച്ചിട്ട് പറഞ്ഞു, യഹൂദരായ ഈ മനുഷ്യർ നമ്മുടെ നഗരം അസ്വസ്ഥമാക്കുന്നു. റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിക്കുന്നു. ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി. അവരെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി വടികൊണ്ടടിക്കാൻ ന്യായാധിപന്മാർ കൽപ്പിച്ചു. അവരെ വളരെയധികം പ്രഹരിച്ച ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. അവരെ സസൂക്ഷ്മം കാക്കാൻ പാറാവുകാരനോട് നിർദ്ദേശിച്ചു. അവൻ പ്രസ്തുത നിർദ്ദേശം സ്വീകരിച്ച് അവരെ അകത്തെ തടവറയിലിട്ട് കാലുകൾക്ക് ആമം വെച്ചു. അപ്പോൾ പൗലോസ് തടവറയിലായ ആ ഭാഗം നമുക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് കാരാഗൃഹത്തിൽ എത്തിപ്പെട്ടതെന്ന്. ഇനി ആ കാരാഗൃഹത്തിലെ അത്ഭുതത്തെക്കുറിച്ചാണ് പറയണത്. അപ്പം നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സ്തുതിപ്പും ആരാധനയും അല്ലെങ്കിൽ ആശീർവാദവും എന്ന ഭാഗത്തെക്കുറിച്ചാണ് CCCയിൽ നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്? ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. കണ്ടു? ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടും. അപ്പം ഇനി 25-ാമത്തെ വചനം മുതൽ ഞാനൊന്നും കൂടി വായിക്കട്ടെ. അപ്പം ഈ ഒരു ഭാഗം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. എന്തെന്നാണ് 2626-ാമത്തെ ആ CCCയിലെ ആ ഖണ്ഡിക എന്താണ്? ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ആ സ്തുതിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ വായിക്കാൻ പോണത് കേട്ടോ. തടവറയിലെ അത്ഭുതം. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി 25 മുതലുള്ള വചനങ്ങൾ ഞാൻ വീണ്ടും വായിക്കാൻ പോവാണ്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് കീർത്തനം പാടുകയായിരുന്നു. കണ്ടു? ദൈവത്തിന് കീർത്തനം പാടുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് കീർത്തനം പാടുകയായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ പാടില്ല, അവരെ അല്ലേ സ്തുതിക്കുകയും അല്ലേ സങ്കീർത്തനങ്ങൾ ആലപിക്കുകയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തടവുകാർ അവരെ ശ്രവിച്ചു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. ഉടൻ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും വിലങ്ങുകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ട് തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി സ്വയം ഹത്യയ്ക്ക് ഒരുങ്ങി. പൗലോസ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നീ സ്വയം ഹനിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കുതിച്ചു. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കുതിച്ചു. വിളക്ക് ചോദിച്ചിട്ടേ ഉള്ളൂ, മനസ്സിലായോ? വിളക്ക് ചോദിച്ചിട്ടേ ഉള്ളൂ, വിളക്ക് മേടിച്ചിട്ടില്ല കയ്യിലേക്ക്, മനസ്സിലായോ? അപ്പോൾ പൗലോസ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയാണ്, നീ അവിവേകമൊന്നും കാണിക്കരുത് എന്ന്, മനസ്സിലായോ? ഇവിടെ എഴുതിയിരിക്കുന്ന നീ സ്വയം ഹനിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കുതിച്ചു. കണ്ടോ? ഈ ഭടൻ, ഈ കാവൽക്കാരൻ വിളക്ക് ചോദിച്ചിട്ട് അകത്തേക്ക് കുതിക്കുകയാണ്. അവൻ ആ വിളക്കും കൊണ്ടല്ല പോണത്, വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കുതിച്ചു. അവൻ വിറപൂണ്ട് പൗലോസിൻ്റെയും സീലാസിൻ്റെയും മുമ്പിൽ താണു വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം?
രക്ഷിക്കപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അവർ അവനോടും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. രാത്രിയുടെ ആ യാമത്തിൽ തന്നെ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ തന്നെ അവനും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. ഇപ്പം നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ പറയാൻ തോന്നുകയാണ്. അതായത് ഇപ്പോൾ മാർപ്പാപ്പ മാതാവിനെ കുറിച്ചുള്ള ആ പ്രബോധനം എല്ലാം റോമിൽ നിന്നും ഇല്ലേ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി അല്ലേ. എന്തെന്നാണ് മാതാവ് സഹരക്ഷകയല്ല അല്ലേ, മധ്യസ്ഥയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഈ മാധ്യമങ്ങളിലെ യൂട്യൂബിലും എല്ലാം പ്രചരിക്കുന്നുണ്ട്. എല്ലാ അല്ലേ മറ്റു സഭകളിൽ നിന്നും അല്ലേ, കത്തോലിക്കരല്ലാത്ത മറ്റു സഭകളിൽ നിന്നെല്ലാം ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും. അപ്പം അവരുടെ എല്ലാം അതിൻ്റെ ചുരുക്കെഴുത്ത് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധ അമ്മ മധ്യസ്ഥയാണെന്നും സഹരക്ഷകയാണെന്നൊക്കെ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞേക്കണേ എന്നാ ചോദിക്കണേ. മനസ്സിലാവുണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ. ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കണേ? മനസ്സിലായോ? അപ്പം ഇത് കത്തോലിക്ക സഭ വിട്ടുപോയ ഓരോ വിശ്വാസികളുടെ ഒരവസ്ഥയാണ്. ബൈബിളിൽ പറയാത്ത കാര്യമൊന്നും വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യം ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞാൻ എന്തിനാണിപ്പോൾ അത് പറഞ്ഞതെന്നറിയോ? നിങ്ങളിവിടെ നോക്കിയേ, അപ്പോൾ തന്നെ അവനും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. കണ്ടോ? കുട്ടികളുടെ ജ്ഞാനസ്നാനത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയ ചില ഗണത്തിൽപ്പെട്ട ആൾക്കാർ അല്ലേ, കുട്ടികളുടെ ജ്ഞാനസ്നാനത്തെ, കുട്ടികൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കുന്നതിൽ വിമർശനാത്മകമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ചില ക്രിസ്ത്യാനികളായ അല്ലേ വിശ്വാസികൾ. ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമല്ലല്ലോ, ആണോ? അങ്ങനെയാണെങ്കിൽ അത് കുടുംബമോ ആകോ? അങ്ങനെ പറയാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പം ഞാനിതിങ്ങനെ ഇന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ എല്ലാം ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഞാൻ ശ്രദ്ധിച്ച പല യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഈ ലിയോ 14 മാർപ്പാപ്പ മാതാവിനെ കുറിച്ച് പറഞ്ഞ ആ പ്രബോധനത്തിൽ ആ പ്രബോധനത്തിനെതിരായി പലവിധ ചാനലുകളും അല്ലെങ്കിൽ പരാമർശങ്ങളും ഉണ്ടായത് അത് ഞാൻ ചിലതെല്ലാം കണ്ടിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പം അവരെന്താ പറയണത്? അവരടിസ്ഥാനപരമായി പറയണത് ബൈബിളിലില്ലാത്ത കാര്യങ്ങളൊക്കെ കത്തോലിക്ക സഭ എടുത്ത് അതിനെയൊക്കെ വിവരിക്കണ, ബൈബിളിലില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ പറയണേന്ന് ചോദിക്കണേ. അതാണ് അടിസ്ഥാനപരമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരം വന്നത് ഇതാണ്. അതായത് അവരെ ബൈബിളിലുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? ബൈബിളിലുള്ള കാര്യം പോലും അവർ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലും അവർ വിശ്വസിക്കുന്നില്ല. അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നാണ്. അല്ലെ പിന്നെ അവിടെ എഴുതായിരുന്നില്ലേ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ ഇങ്ങനെ എഴുതായിരുന്നില്ലേ? കുട്ടികളെ മാറ്റി നിർത്തി അല്ലേ, ഒഴിവാക്കിയിട്ട് അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അങ്ങനെ എന്തുകൊണ്ട് എഴുതിയില്ല? ഇത് യൂട്യൂബിൽ, ഇതിപ്പോൾ നമ്മളെ റെക്കോർഡിംഗ് ആണ്, ഇത് യൂട്യൂബിൽ ഉള്ള അവരെല്ലാവർക്കും കൂടിയുള്ള ചോദ്യമാണ് എൻ്റെ. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയില്ല ഇതിൽ? എന്തെന്ന്
കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവർ, അതായത് മാതാപിതാക്കൾ വലിയവരെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയില്ല? അപ്പോൾ ഒരു വിവേകമില്ലേ? ബൈബിളിൽ മാത്രം പറഞ്ഞത് മതി, വിശ്വസിച്ചാൽ മതി, എടുത്താൽ മതി. ഒരു വിവേകമില്ല, ഒരു ജ്ഞാനമില്ലാത്ത ഒരവസ്ഥ. നമ്മൾ ഒരുപാട് പറയണ്ടല്ലോ. നമ്മളൊരു ഇതിനായിരിക്കും കമൻ്റ് ഇടാനൊന്നും പോകാറില്ല. നമ്മൾ ആരുടെയും ഇതിൽ പോയിട്ട് കമൻ്റ് ഇടാറില്ല. കാരണം എന്താണെന്നറിയാമോ? കമൻ്റ് ഇടാൻ പോലുമുള്ള ഒരവസ്ഥ വിശേഷം ആ ഡയലോഗുകളിലൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ അവർക്ക് വേണമെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്, എന്നോട് സംസാരിക്കാവുന്നതാണ്. മനസ്സിലായോ? ഞാൻ അവരായിട്ട് സംവാദത്തിൽ ഏർപ്പെടാനായിട്ട് ഞാൻ മനസ്സുകൊണ്ടാണ്. പക്ഷേ നമ്മളവരിലേക്ക് അവരുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടാനോ അതിനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആവശ്യവും വരുന്നില്ല. കാരണം ഇവരുടെയൊക്കെ അവരുടെയൊക്കെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള അവസ്ഥ പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. മനസ്സിലായി? ഇപ്പോൾ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് എവിടെയാണ് ബൈബിളിൽ എഴുതിയേക്കണേ? മോശ വചനപീഠത്തിൽ കയറി നിന്ന് വിശ്വാസി സമൂഹത്തിൻ്റെ മുൻപാകെ, ഞാൻ ആ വചനമൊന്നും എടുത്ത് വായിക്കണില്ല, മനസ്സിലായ, മുമ്പാകെ നിന്ന് വചനം ഉറക്കെ വായിച്ചു. എന്നിട്ട് ആടിൻ്റെ രക്തം എന്ത് ചെയ്തു? അവൻ തളിച്ചു. അപ്പം ഇതൊക്കെ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അപ്പം ഇവർ ഏത് ബൈബിളാണ് വായിക്കണത്? ഈ പറഞ്ഞ ബൈബിൾ തന്നെയൊക്കെയാണോ ഇവർ വായിക്കണേ? ഇവർ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെയാണ് പറയണേ. അത് നമുക്ക് സത്യം പറഞ്ഞാലോ ഭയങ്കര സങ്കടമാണ് വരുന്നത്. ചിരിയാണ് വന്നതെന്ന് പറയുമ്പോൾ അത് കളിയാക്കിക്കൊണ്ടുള്ള ചിരിയല്ല, അവരെ വളരെ അനുകമ്പയാർന്ന ഒരു ഇതാണ് വരുന്നത്. മനസ്സിലായോ? ഒരവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മുടെ വിഷയമല്ല, നമ്മൾ പറയാൻ വന്നിരിക്കുന്ന കാര്യത്തിൻ്റെ വിഷയമല്ല. പക്ഷേ വിഷയം ഇത്തിരി മാറ്റി ഞാൻ പറയേണ്ടി വന്നു എനിക്ക്. ഇത് കണ്ടോ അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ബൈബിളിൽ കാണാൻ പറ്റും. എന്നിട്ട് ബൈബിളിൽ ഇല്ലാത്തത് എടുത്ത് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ചിന്താധാര ഇവരടിച്ച് ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വായിച്ചു വന്നപ്പോൾ വേറൊരു കാര്യം കണ്ടതും കൂടി ഞാൻ നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനതും കൂടി ഒന്ന് പറയാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിലും ഇതേപോലെ എന്തുണ്ട്? തടവറയിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നുണ്ട് പത്രോസ്, അല്ലേ? പത്രോസ് അടയ്ക്കപ്പെടുന്നുണ്ട്. അപ്പം അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും അതിൽ ഒരു വചനം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്നാണ്? 12:15 നിങ്ങളൊന്ന് നോക്കിയേ. 12:15 അത് ഞാൻ ഈ പഠന ബൈബിളിൽ നിന്നാണ് വായിക്കണത്. നിങ്ങളുടെ പഴയ ബൈബിളും വേണമെങ്കിൽ നോക്കിക്കോ. അവിടെ എന്താണ് പഴയ ബൈബിളിൽ ഇതുണ്ടാകുന്ന നോക്കിക്കോട്ടോ, പഴയ ബൈബിളിൽ. പക്ഷെ ഞാൻ ഈ അടുത്താണ്, ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വചനം എൻ്റെ ഉള്ളിൽ കയറണത്. നോക്കിക്കോ. അതായത് അറിയാലോ, ഈ പശ്ചാത്തലമൊക്കെ അറിയാലോ. റോദ എന്ന വേലക്കാരി, അല്ലേ, അവൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സഭ പത്രോസിന് വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അല്ലേ? അപ്പോൾ അവിടെ ഒരു വീട്ടിലിരുന്ന് ഇവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ നിന്ന് മോചിതനായത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ വന്ന് വാതിലിൽ മുട്ടണേണ്. അപ്പോൾ റോദ അവൻ്റെ സ്വരം കേട്ടിട്ട് വാതിൽ പോലും തുറക്കാതെ ഓടി അകത്തേക്ക് ചെന്നിട്ട് പത്രോസ് പുറത്തു വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് പശ്ചാത്തലം. മനസ്സിലായോ? അതാണ് പശ്ചാത്തലം. അപ്പോൾ ഇനി ബാക്കി ഞാൻ വായിക്കാം. പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. റോദ പോയിട്ട് ആ വീട്ടിലുള്ള മറ്റുള്ള വിശ്വാസികളുടെ അടുത്ത് പറയാം. അവർ അവളോട് പറഞ്ഞു. കണ്ടോ, ആ വിശ്വാസി സമൂഹം റോദയോട് പറയാണ്. എന്ത് പറഞ്ഞു? നിനക്ക് ഭ്രാന്താണ്.
അവൻ അവിടെ ഉണ്ടെന്ന് അവൾ അപ്പോൾ അവൾ പറഞ്ഞു അവൻ അവിടെ ഉണ്ടെന്ന് അവൾ തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ അവർ പറയണേണ്, എന്ത് പറഞ്ഞു? അവൻ്റെ മാലാഖയാണ്. കണ്ടോ? ഒരിടക്ക് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഒരു ചാനലിൽ ഇങ്ങനെ കേട്ടു, എല്ലാവർക്കും മാലാഖയുണ്ട്. അതൊക്കെ എവിടെ ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരാളിങ്ങനെ അതിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഒരു വചനം പറയാണ്, അത് അവൻ്റെ മാലാഖയാണ്. അത് അവന് മാത്രം മാലാഖ? അപ്പോൾ കത്തോലിക്ക സഭ വിട്ടുപോയ ആൾക്കാർക്ക് ബൈബിളിൽ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുണ്ട്? ഉത്തരവുണ്ട്. എന്നിട്ട് അവരതൊന്നും നോക്കൂല. അവർക്ക് ദഹിക്കാത്തതും അവർക്ക് പറ്റാത്തതും അവർക്ക് ഇണങ്ങാത്തതും ആയ കാര്യങ്ങളെ അവർ സ്വീകരിക്കുകയില്ല. അതിലേക്ക് പ്രവേശിപ്പിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയുമില്ല. ഇതാണ് സ്വാർത്ഥ. എന്ത് വാക്ക് ഉപയോഗിച്ചാണ് അതിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തീരുമാനിച്ചു. മനസ്സിലായോ? അപ്പം ഇതൊരു സങ്കടകരമായതും ജ്ഞാനമില്ലാത്തതുമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഈ ഒരു രീതി. കത്തോലിക്ക സഭ ബൈബിളിലില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ചുവട് പിടിച്ചാണ് പോകുന്നതെന്ന്. കത്തോലിക്ക സഭ എടുത്തിട്ട് എന്ത് കാര്യമാണ് ബൈബിളിലില്ലാത്തത് കത്തോലിക്ക സഭയിലുള്ളത്? ബൈബിളിലില്ലാത്ത എന്ത് കാര്യമാണ് കത്തോലിക്ക സഭയിലുള്ളത്? ശ്രദ്ധിക്കണേ, ബൈബിളിലില്ലാത്ത എന്ത് കാര്യമാണ് കത്തോലിക്ക സഭയിൽ ഇല്ലാത്തത്? അപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ മാലാഖയാണെന്ന്. മാലാഖ. നിങ്ങൾ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നേരത്തെ? എന്നിട്ട് എന്ത് മനസ്സിലായിട്ടുണ്ട്? നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ 25 മുതലുള്ള വചനങ്ങളാണ്. 25 മുതലുള്ള വചനങ്ങളാണ്. അപ്പോൾ അത് 25 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. 34 വരെയുള്ള വചനങ്ങൾ. തടവറയിലെ അത്ഭുതം. അത് ഞാൻ വായിച്ചതാണ്. ഞാൻ ഇനി വായിക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2626 ഖണ്ഡിക, സ്തുതിപ്പും ആരാധനയും എന്ന് പറഞ്ഞ ആ തലക്കെട്ടോടു കൂടിയ ഖണ്ഡിക, അതിൽ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ തുടങ്ങണത് ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. ഇതെല്ലാം പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇപ്പോഴാണ്. അപ്പോൾ ഇത് മാറിപ്പോയൊന്നുമില്ല. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ, സീറോ മലബാർ രീതിയിൽപ്പെട്ടതാണ്, ചങ്ങനാശ്ശേരി രൂപതയിലുള്ള ഒരു വൈദികൻ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടാനിടയായി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം, അപ്പോൾ അദ്ദേഹം ഹെബ്രായ ഭാഷ എല്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഹെബ്രായ ഭാഷ ഹീബ്രു ഭാഷ പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ആ ബന്ധം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയതൊന്നുമല്ല, അതങ്ങനെ ഉണ്ടായതാണ് താനെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചു 4 വർഷം മുമ്പ്. ഞാനപ്പോൾ ഇവിടെ നിന്ന് പോയി. അപ്പോൾ എന്നിട്ട് അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പം ഞാൻ അത് ആരാണ് എന്നൊന്നും പറയുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് ഇത്തിരി യൂട്യൂബിലൊക്കെ ഇത്തിരി ടോക്കൊക്കെ കൊടുത്തിട്ടുള്ള വൈദികനാണ്. അപ്പം ഇത്തിരി വിവാദ
ഇതൊക്കെ അങ്ങനെ പറയണ്ടായണ്ട് അദ്ദേഹം. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം അന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, എവിടെ ഈ സ്തുതിപ്പൊക്കെ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആരുണ്ടാക്കിയത് കത്തോലിക്ക സഭയിൽ സ്തുതിപ്പൊക്കെ? അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന കാര്യം വഴിമാറിപ്പോയതല്ല, മനസ്സിലായോ? വഴിമാറിപ്പോയതല്ല, ബൈബിളിലില്ലാത്ത, മനസ്സിലായോ? ബൈബിളിലില്ല. ഒരു വൈദികൻ പറയാണ്, ഞാൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പം അത് പറയാൻ ആഗ്രഹിച്ചിട്ടല്ല. ഇത് ഇപ്പോൾ പെട്ടെന്ന് ഞാനിത് മറന്നുപോയ കാര്യമാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും ഞാനത് ആലോചിക്കണമായിരുന്നു, എന്തുകൊണ്ടാണ് ബൈബിളിലില്ല ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരുടെ കാര്യമൊക്കെ ഇപ്പം എന്തിനാണ് ഞാനത് പറയണേന്ന് ഞാൻ പെട്ടെന്ന് ആലോചിക്കണമായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ 4 വർഷം മുമ്പ് ഒരു വൈദികനുമായിട്ട് സംസാരിച്ച ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ പറയണത്. അപ്പോൾ അദ്ദേഹം പറയണത് എന്താണ്, മറ്റേ കീബോർഡൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു രീതി ഞാൻ അങ്ങനെ തന്നെ ഇവിടെ അവതരിപ്പിക്കണതാണ്. ചൻ 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 എന്നിട്ട് ഒരു സിനിമാ നടൻ വരുന്നത് പോലെ സുവിശേഷ പ്രഘോഷകൻ അല്ലേ, എൻട്രി. ഞാൻ അധികം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും യൂട്യൂബിൽ, മനസ്സിലായോ? വേറെ സഭയുടെ പ്രബോധനങ്ങളെല്ലാം അരച്ചു കലക്കി കുടിക്കും. സഭയുടെ പ്രബോധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹം വീട്ടിൽ. സഭയുടെ പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതവിടെ പോയി കാണണം, മനസ്സിലായി? റാക്കിലാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ കണ്ടതിലൂടെയാണ് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് ഇടയായത്, ഞാൻ പരിചയപ്പെട്ടത് അദ്ദേഹത്തെ. അപ്പം എൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കൂടി ഇൻട്രസ്റ്റായി. അങ്ങനെയാണ് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കണത്, മനസ്സിലായി? അന്ന് എനിക്കൊന്ന് നിങ്ങളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ സാക്ഷ്യം കേൾക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് ഈ ഹീബ്രു ഭാഷ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തെ അറിയിക്കുകയും. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് എന്തെന്നാണ് ഈ സ്തുതിപ്പൊക്കെ ഈ എന്താണ് കരിസ്മാറ്റിക് ആ രീതിയിൽ ഉള്ള ആൾക്കാരുണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെയുള്ള ഞാൻ ആ വാക്കുകളൊന്നും ഇനി ഇവിടെ പറയാൻ ആഗ്രഹിക്കണില്ല. കാരണം ഒരു വൈദികനെ കുറിച്ചാണല്ലോ നമ്മൾ പറയണേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം. അതിൻ്റെ ആശയം മനസ്സിലായല്ലോ. അപ്പോൾ അദ്ദേഹം പോലും എന്ത് ചെയ്യണു, ഈ സ്തുതിപ്പിനെ എതിർത്താണ് എന്നോട് സംസാരിച്ചത്. എന്നോട് മാത്രമല്ല, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഇത് ആരാണ്, അത് ഏത് വീഡിയോ ആണെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ബൈബിളിലില്ലാത്ത കാര്യമാണോ സ്തുതിപ്പ്? ബൈബിളിലില്ലാത്ത കാര്യമാണോ സ്തുതിപ്പ്? കരിസ്മാറ്റിക്കുകാർ കൊണ്ടുവന്നതാണോ സത്യത്തിൽ? ആയിരിക്കാം അല്ലേ, ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ളത്. പക്ഷേ എവിടം തൊട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്തുതിപ്പെല്ലാം? സങ്കീർത്തനങ്ങൾ മുഴുവനും ഉണ്ടോ? ഇനി അടിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഉണ്ടോ. ഞാൻ 2626 ഒന്നും കൂടി വായിക്കട്ടെ. CCC സ്തുതിപ്പും ആരാധനയും എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ. ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. സമാഗമം കണ്ടോ, കൂടിക്കാഴ്ച. ഒരു കൂടിക്കാഴ്ചയാണത് സമാഗമം എന്ന് പറഞ്ഞാൽ. ആരും തമ്മിൽ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമം, മനസ്സിലായോ? അതാണ് സ്തുതിപ്പിൻ്റെ എന്താ പറയുക, അടിസ്ഥാനപരമായ കാര്യം. സ്തുതിപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. പിന്നെ അതുമാത്രമാണോ, അതിൽ ദാതാവായ ദൈവവും, അതായത് ദാതാവ് എന്ന് പറഞ്ഞാൽ നൽകുന്നവനായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും അല്ലേ, ദാനം സ്വീകരിക്കുന്ന മേടിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10-15 മിനിറ്റ് പോയാൽ മതി ഹൈക്കോടതിയിലേക്ക്. അപ്പോൾ ഹൈക്കോടതിയുടെ ആ ഭാഗത്ത് തന്നെ ഒരു ഇടവക പള്ളിയുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ പള്ളിയാണ്. ലത്തീൻ വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ തന്നെയുള്ളതാണ്. ഇൻഫൻറ്റ് ജീസസ് എന്നുള്ള
പള്ളിയുടെ പേര്. അപ്പോൾ അവിടെ ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം അവിടുത്തെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചായിരുന്നു, അതിൻ്റെ പ്രെയർ ഗ്രൂപ്പിൻ്റെ ലീഡർ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ആരാധനയിൽ ബലിയർപ്പണം കഴിഞ്ഞ് ഉച്ചവരെ ആരാധന 12 മണിക്കാണ് തുടങ്ങണ്ടേ. അപ്പോൾ ആരാധനയിൽ ഇരുന്നു നല്ല പവറായിട്ടൊക്കെയാണ് ഞാൻ പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അതായത് ആ പള്ളി സ്കൂളിൻ്റെ ഹാളിലാണ് ഇത്. അപ്പോൾ അവിടെ ചെന്നപ്പില്ലേ 100-ലധികം ആൾക്കാർ. ഒരു 3 വർഷം മുമ്പാണ്. 100-ലധികം ആൾക്കാരുണ്ട്. മനസ്സിലായി. ഇത് കണ്ടപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ, ഞാനപ്പോൾ ഏറ്റവും ബാക്കിൽ പോയിരുന്നു. ബാഗായിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ പോയിരുന്നു. ഞാൻ ബാക്കിൽ ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബാക്കിൽ പോയിരുന്നു. അപ്പോൾ ഭയങ്കര സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ കൈയും കാലും കിടന്ന് എനിക്ക് പെട്ടെന്നൊരു പേടി വരാൻ തുടങ്ങി. ഇങ്ങനെ ദൈവം ഇത്ര ആൾക്കാരെ, ഞാൻ ആദ്യമായിട്ടാണ് അത്ര ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി തുടങ്ങി, ഹൃദയമിടിക്കാൻ തുടങ്ങി. എങ്ങനെ പറയും അപ്പോൾ കുർബാനനെ കുറിച്ച് പറയാമെന്നാണ് ഞാൻ പറഞ്ഞേക്കണേ. അപ്പോൾ എല്ലാവരും സ്തുതിക്കാനാണ്. അപ്പം ഞാനും അങ്ങാട് സ്തുതിക്കാൻ തുടങ്ങി. ഒരു നിമിഷ നേരം, കുറച്ച് മിനിറ്റുകൾ പോലും എടുത്തില്ല, പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു എന്താ പറയുക, ഇപ്പം ഈ പറഞ്ഞില്ലേ, അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ എൻ്റെ ആത്മാവിൽ എന്തോ വന്ന് നിറയണ ഒരനുഭവം എനിക്കുണ്ടാവണം. എന്തോ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്തോ ഒന്നല്ല, ഒരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറഞ്ഞ്, അത് വെറും മിനിറ്റുകൾ പോലും എടുത്തില്ല, ഒരു മിനിറ്റ് പോലും എടുത്തില്ല. അങ്ങനെ അപ്പം എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റണില്ല. മനസ്സിലായോ? എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റണില്ല. എങ്ങനെയെങ്കിലും ആ സ്റ്റേജിൽ കയറണം. അപ്പം തന്നെ ഒരു 1/2 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഈ ലീഡർ വന്ന് എന്നെ വിളിച്ചു. പക്ഷെ അന്ന് ഞാൻ ആ കുർബാനനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന ചില അമ്മച്ചിമാർ എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞു. ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി? അപ്പം അത്രയും അഭിഷേകത്തിൽ എനിക്ക് അവിടെ അന്ന് കുർബാനനെ കുറിച്ച് എനിക്ക് നിർത്താൻ പറ്റണ്ടായില്ല. മനസ്സിലായോ? അങ്ങനെ പറയാൻ എനിക്ക് സാധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായൊരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു. അപ്പം സ്തുതിപ്പ് എന്ന് പറയണത് കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും എന്താണ്? അടിസ്ഥാനപരമായൊരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അല്ലേ? അതിനെന്ത് വാക്കിട്ടിന് വിളിക്കണം? സ്തുതിപ്പ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു, അല്ലേ, അത്യന്താപേക്ഷിതമായിട്ടുള്ള, എന്താണ് ആ വാക്കൊക്കെ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അല്ലേ, എമർജൻസി കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണെങ്കിലും സഭയെ സംബന്ധിച്ചാണെങ്കിലും സ്തുതിപ്പ് എന്ന് പറയുന്നത് അടിയന്തരമായ ഒരവസ്ഥ. ഇതാണ്, മനസ്സിലായ? അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു. ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. ശ്രദ്ധിക്കണം കേട്ടോ. ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. ഇതിപ്പോൾ നമ്മൾ സങ്കീർത്തനങ്ങളിലൊക്കെ മുഴുവനും നമ്മൾ ഇതല്ലേ കാണുന്നേ. 150 സങ്കീർത്തനങ്ങളിലും. അതിൻ്റെ ഉദാഹരണത്തിന് പറയാനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ് 19-ാം സങ്കീർത്തനം. ഇല്ലേ? ആകാശം ദൈവത്തിൻ്റെ മഹത്വം കണ്ടോ. പ്രപഞ്ചം തന്നെ പരിശുദ്ധ ത്രിത്വിക ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്, നന്ദി പറയുകയാണ്.
ആണോ അല്ലയോ? ഉണ്ടോ? പ്രപഞ്ചം മുഴുവനും ഉണ്ടോ? എന്താണ്? ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. അപ്പം 19-ാം സങ്കീർത്തനത്തിൽ പ്രപഞ്ചം മുഴുവനും അവനെ സ്തുതിക്കുകയാണ്. ആരെ? സൃഷ്ടാവിനെ, തൻ്റെ സൃഷ്ടാവിനെ. ഇനി അതേപോലെ 18-ാം സങ്കീർത്തനം, കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഇല്ലേ? അല്ല, അങ്ങനെ ആ സങ്കീർത്തനമല്ലേ? നോക്കിയേ നിങ്ങൾ വായിച്ചേ ഒന്ന്, ആ സങ്കീർത്തനം ഒന്ന് വായിച്ചേ. കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. 18-ാം സങ്കീർത്തനം, ആദ്യം പറഞ്ഞത് 19-ആണ്. 18-ാം സങ്കീർത്തനം എന്താണ്? ഉണ്ടോ? വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം. കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉണ്ടോ? വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം. അതിൻ്റെ തലക്കെട്ട് തന്നെ കണ്ടോ ആ സങ്കീർത്തനത്തിൻ്റെ? അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി, അല്ലേ? ഞാൻ ആ ഉദാഹരണത്തിന് പറയണത്. പിന്നെ 8-ാം സങ്കീർത്തനം, 8-ാം സങ്കീർത്തനം എടുത്ത് നോക്കിയേ. 8-ാം സങ്കീർത്തനം ഒരു ഉദാഹരണമായിട്ട് പറയാണ്. അപ്പോൾ കണ്ടോ? അപ്പം അതൊക്കെ ഞാനിപ്പോൾ എടുത്ത് വായിക്കാഞ്ഞിട്ടാണ്. അപ്പം അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം, 8-ാം സങ്കീർത്തനം. ആദ്യം 19-ാം സങ്കീർത്തനമാണ് പറഞ്ഞത്, പിന്നെ 18-ാം സങ്കീർത്തനം പറഞ്ഞു, പിന്നെ ഇപ്പോൾ പറയണത് 8-ാം സങ്കീർത്തനം. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. അപ്പം ഇവിടെയെല്ലാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ലേ ഇവിടെയെല്ലാം? അതല്ലേ സ്തുതിപ്പ്. ഇപ്പോൾ പൗലോസ് അപ്പസ്തോലൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ അവരെല്ലാവരും ഒരു വീട്ടിൽ സമ്മേളിച്ച് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചോ ഇല്ലയോ? അതല്ല ഇപ്പം നമ്മൾ വായിച്ച തടവറയിലെ അത്ഭുതം. അപ്പം അവിടെയെല്ലാം ഈ സ്തുതിപ്പല്ലേ നടന്നിട്ടുണ്ടാവുക? ആണോ അല്ലയോ? മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതങ്ങനെ അങ്ങോട്ട് വെറുതെ എഴുതി വെച്ചിരിക്കുകയാണോ? സ്തുതിപ്പും ആരാധനയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് എഴുതിയേക്കണത്? എവിടെ നിന്ന് വന്നതാണത്? ഏത് പാരമ്പര്യത്തിൽ നിന്നാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണത്. ആദിമസഭയിലുണ്ടായിരുന്ന പാരമ്പര്യത്തെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. സ്തുതിപ്പ്, ആരാധന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതാണ് സഭയിൽ നിന്ന് പുറത്തു പോയ വിശ്വാസി സമൂഹത്തിൻ്റെ ഒരവസ്ഥ. നമുക്ക് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ബൈബിളിൽ ഇല്ലാത്ത കാര്യമൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളൊരു അവസ്ഥ. മനസ്സിലായോ? അപ്പോൾ ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. കണ്ടോ? ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരം. ഈ മനുഷ്യൻ്റെ പ്രത്യുത്തരം മാത്രമല്ല, സർവചരാചരങ്ങളും പരിശുദ്ധ ത്രിത്വിക ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരവരുടെ ഭാഷയിലും അവരവരുടെ രീതിയിലുമാണ്. ഒരു മരത്തിന് മനുഷ്യന് ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവരവരുടേതായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ സൃഷ്ടാവിന് കൃതജ്ഞത അർപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അതെങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും? വാക്കുകളുകൊണ്ട്. അപ്പോൾ ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ അതിനു പകരമായി, കണ്ടോ? ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ അതിനു പകരമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ, കണ്ടോ? ഇതെല്ലാം ചർച്ചാ വിഷയമായതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ. എന്താണ്? എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം മാതാവാണെന്നുള്ള അല്ലേ? അങ്ങനെയൊക്കെ കത്തോലിക്ക സഭ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മീഡിയയിൽ വന്നിരുന്നത്.
ഇത് നോക്കിയേ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ അതിനു പകരമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ, എല്ലാ കൃപകളുടെയും ഉറവിടമായ മാതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ പലരും അങ്ങനെയൊക്കെ പറയാനുണ്ടായിരുന്നു. സഭ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. സഭ അങ്ങനെ പറഞ്ഞിട്ടില്ല, സഭ അങ്ങനെ പറയുകയുമില്ല. കണ്ടോ, അതിന് പകരമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ മാതാവിനെ എന്നല്ലല്ലോ ഇവിടെ എഴുതിയേക്കണേ, ദൈവത്തെ എന്നല്ലേ. മനസ്സിലായി? ദൈവത്തെ വാഴ്ത്തുവാൻ മനുഷ്യഹൃദയത്തിന് കഴിയും. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ 2626. ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു. ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ അതിനു പകരമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ വാഴ്ത്തുവാൻ മനുഷ്യഹൃദയത്തിന് കഴിയും. ഇനി അതിൻ്റെ സൈഡ് ഖണ്ഡികയാണ് 1078 എന്നെടുത്തേ. എടുത്തേ. വായിക്കട്ടെ. 1078 കേട്ടോ. ആശീർവാദം ദൈവികവും ജീവദായകവുമായ ഒരു കർമ്മമാണ്. ഉണ്ടോ? ആശീർവാദം ദൈവികവും ജീവദായകവും ആയ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആശീർവാദം ദൈവികവും ജീവദായകവുമായ എന്ന് പറഞ്ഞാൽ പകർന്നു കൊടുക്കുന്നത്. ഉണ്ടോ? ജീവദായകവുമായ എന്ന് പറഞ്ഞാൽ പകർന്നു നൽകപ്പെടുന്നതും കൂടിയാണത്. പകർന്നു കൊടുക്കപ്പെടുകയും. ആശീർവാദം ദൈവികവും ജീവദായകവുമായ, ഉണ്ടോ, പകർന്നു കൊടുക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണത്. ഒരു കർമ്മമാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആശീർവാദം ദൈവികവും ജീവദായകവുമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവാണ്. ഉണ്ടോ? അതിൻ്റെ ഉറവിടം പിതാവാണ്. പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് കൂദാശയിൽ ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ആ സമാപന ആശീർവാദം സ്വീകരിക്കാതെ മിക്കവരും ഇങ്ങനെ പോകാറുണ്ട് അല്ലേ? മിക്കവരും അങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ, മനസ്സിലായോ? ശ്രദ്ധിക്കണം കേട്ടോ വാക്കുകൾ. എൻ്റെ ക്രൈസ്തവ ജീവിതം തുടങ്ങിയത് 25 വർഷം മുമ്പാണ്. ഇപ്പം ഇന്നലെ നവംബർ 22 എൻ്റെ മാമോദീസ, എൻ്റെ വീണ്ടും ജനനത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നവംബർ 22, 2000. നവംബർ 22, 2000 പഞ്ചാബിൽ ജലന്ധറിൽ വെച്ചിട്ട് സെമിനാരിയിൽ, ട്രിനിറ്റി സെമിനാരിയിൽ വെച്ചിട്ട് അവിടെ 400ഓളം വൈദിക വിദ്യാർത്ഥികളെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അന്ന് പഞ്ചാബിൽ ജലന്ധറിൽ 2000 നവംബർ 22 അന്ന് അവിടെ ആ ധ്യാനത്തിൻ്റെ സമാപനമാണ്. അന്ന് ഞാൻ എൻ്റെ 41 ദിവസത്തെ മൂന്നാമത്തെ ഫാസ്റ്റിംഗ് ആണ്. 41 ദിവസത്തെ മൂന്നാമത്തെ ഫാസ്റ്റിങ്ങിൻ്റെ അവസാന ദിവസമാണ്. അപ്പം അന്നാണ് അവിടെ വെച്ചാണ് എനിക്ക് മാമോദീസ സ്വീകരിക്കണമെന്ന് എനിക്ക് പ്രേരണ അല്ലെങ്കിൽ കർത്താവ് എന്നോട് പറഞ്ഞത് എന്ന് അങ്ങനെ പറയാം. മനസ്സിലായി? അപ്പം അങ്ങനെ അവിടെ വെച്ചാണ് ഞാനന്ന്. അപ്പോൾ 25 വർഷമായപ്പോൾ ഇന്നലത്തേക്ക്. അപ്പം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർമ്മ വെച്ച കാലം അല്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5 വയസ്സ് അല്ലേ 7 വയസ്സ് എന്നൊക്കെ ഉള്ള ഉദ്ദേശം. അങ്ങനെയല്ല. എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം അല്ലെങ്കിൽ ഞാൻ ജീവിതം തുടങ്ങിയ കാലം എന്ന് വെച്ചാൽ 25 വർഷം മുമ്പ്
ഞാൻ എപ്പോഴെല്ലാം വിശുദ്ധ കുർബാന അർപ്പണവേദിയിലേക്ക് അല്ലെ ആ ബലിപീഠത്തിന് മുമ്പിൽ ഞാൻ പോയി നിന്ന് ആ ബലിയർപ്പണത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ടോ, അതിൻ്റെ സമാപന ആശീർവാദവും സ്വീകരിക്കാതെ ഒരിക്കലും, അത് മുട്ടുകുത്തി സ്വീകരിക്കാതെ ഒരിക്കലും ഞാൻ ആ ബലിപീഠത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. മനസ്സിലാവുണ്ടോ? അങ്ങനെ പോകാൻ നമുക്ക് പറ്റില്ല. കാരണം ആ ആശീർവാദം തരുന്നത് ആരാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ, അല്ലേ? പിതാവാണ് അതിൻ്റെ ഉറവിടം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിതാവാണ് അതിൻ്റെ ഉറവിടം. എന്താണ്? ആശീർവാദം ദൈവികവും ജീവദായകവുമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവാണ്. ഉണ്ടോ? അപ്പോൾ ഒരു വൈദികൻ ആണ് അവിടെ നിന്ന് നമ്മളെ ആശീർവദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ആശീർവാദത്തിൻ്റെ ഉറവിടം? സോഴ്സ് ആരാണ്? ആശീർവാദം ദൈവികവും ജീവദായകവുമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവാണ്. അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ്. ഉണ്ടോ? അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ്. അതിൻ്റെ ഫുട് നോട്ടിൽ എന്താ എഴുതിയേക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഫുട് നോട്ടിൽ 4 എന്നിട്ടുള്ള നമ്പറിൽ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഓൺലൈൻ ഗൂഗിളിലോ അങ്ങനെ വല്ലതും നോക്കിയിട്ട് അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താണ് അതിൻ്റെ ഫുട് നോട്ട് എന്ന് എഴുതിയിരിക്കുന്നത്? അതേത് എന്തെങ്കിലും പ്രബോധനത്തിൻ്റെ പേരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ എൻ്റെ പേരാണോ എന്താണെന്ന് എനിക്ക് വ്യക്തതയില്ല. അപ്പം അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാനും കഴിയില്ല. അപ്പം എന്തായാലും അത് ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. അതിൻ്റെ ആ പേര് അടിച്ചു നോക്കിയാൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നീട് നോക്കിയിട്ട് എനിക്ക് വൈകിട്ടത്തേക്കുള്ളിൽ പറഞ്ഞു തന്നാൽ മതി നിങ്ങൾ. ഇപ്പം എന്തായാലും ഇതിപ്പോൾ നോക്ക്. ആശീർവാദം ദൈവികവും ജീവദായകവുമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവാണ്. അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ്. അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം എന്നതിന് കണ്ടോ, ആശീർവാദം എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് പിന്നെ പറയാൻ പോണത്. ഇവിടെ ബ്ലെസ്സിങ് എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറയാൻ പോവാണ്. എന്താണ് മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം എന്നതിന്? ആരാധന അല്ല, പിന്നെയോ ആരാധന ഒന്ന്. രണ്ടാമത് കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ എന്നിങ്ങനെയാണ് അർത്ഥം. കണ്ടോ? ആശീർവാദം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ആരാധന എന്നോ അല്ലെങ്കിൽ പിന്നെ എന്തെന്നാണ്? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ. ഇത് തന്നെയല്ലേ മാതാവൊക്കെ ചെയ്തത്, സകല വിശുദ്ധരും ചെയ്തത്, ഔസേപ്പ് പിതാവ് ചെയ്തത്, 12 അപ്പസ്തോലന്മാരും ചെയ്തത്. എന്താ ചെയ്തത്? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ. അപ്പം എന്തൊക്കെയാണ് ആശീർവാദം എന്ന വാക്കിൻ്റെ അർത്ഥവും കൂടി ഇവിടെ പറയുകയാണ്. എന്താണ് ആശീർവാദം എന്ന വാക്കിൻ്റെ അർത്ഥം? ആരാധന എന്നും പിന്നെ കൃതജ്ഞതാ പ്രകടനത്തോടെ, അതായത് നന്ദി പ്രകാശനത്തോടെ, നന്ദിയോടെ തൻ്റെ സൃഷ്ടാവിന് പൂർണ്ണമായ സമർപ്പണം. അടിയറവ് വയ്ക്കലെന്ന്, സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. അടിയറവ് വയ്ക്കൽ അല്ലേ? ഒരു പച്ച മലയാളം ആയിട്ട് നമുക്ക് എടുക്കുക. അതിൻ്റെ മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? പൂർണ്ണമായ സമർപ്പണം. അതൊക്കെയല്ലേ നമ്മുടെ മാതാവും സകല വിശുദ്ധരും ഔസേപ്പ് പിതാവും 12 അപ്പസ്തോലന്മാരും എല്ലാം ചെയ്തത്. ഉണ്ടോ? ആശീർവാദം ദൈവികവും ജീവദായകവുമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവാണ്. അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം എന്നതിന് ആരാധന, കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിനെ
അടിയറവ് വയ്ക്കൽ എന്നിങ്ങനെയാണ് അർത്ഥം. കണ്ടോ, ആശീർവാദം. അത് നിങ്ങൾ വേണമെങ്കിൽ പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ എഴുതി വെക്കേണ്ട കാര്യമില്ല, അത് നോട്ട് ചെയ്തു. ആശീർവാദം എന്ന വാക്ക് വിശുദ്ധ കുർബാന എന്ന കൂദാശയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് കൂദാശകളിലാണെങ്കിലും പുരോഹിതൻ ആശീർവാദം തരാൻ പോകണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തരാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ ഉടനെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം? ഇതാണ് എന്താണ്? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന്, കണ്ടോ, കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ എന്ന് പച്ച മലയാളത്തിലൂടെ എഴുതിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ മറ്റൊരു വാക്ക് പറയാനാണെങ്കിൽ എന്ത് പറയണം? അല്ലേ, പൂർണ്ണമായ, അല്ലേ, അതിന് ഇംഗ്ലീഷ് വാക്കൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോ, കുറേയും കൂടി നല്ല അല്ലേ പെർഫെക്റ്റ് ആയിരിക്കും ഇംഗ്ലീഷ് വാക്കൊക്കെ. ഫുൾ സറണ്ടർ എന്നോ അങ്ങനെയൊക്കെ പറയാം, എനിക്കറിയില്ല, അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ. പക്ഷെ അല്ലേ, കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ, അടിയറവ് വയ്ക്കുക. ആശീർവാദം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പറയണം. അപ്പോൾ ആശീർവാദം എന്നൊക്കെ നമ്മൾ മേടിച്ചിട്ട് അങ്ങാട് പോണേണ്, നമ്മൾ ആശീർവാദം മേടിച്ചിട്ട് നമ്മൾ പോണേണ്. എന്താണ് ആശീർവാദം? ആ തന്നത്, ആ തന്നപ്പോൾ നമ്മൾ ആശീർവാദത്തിലൂടെ നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നത് എന്താണ്? ആ ആശീർവാദം നമ്മൾ മേടിച്ചിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഇതാണ് ഏറ്റവും സ്പർശിക്കുന്നത്. എന്താണ്? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ. ഉണ്ടോ? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ. അതൊരു പ്രധാനപ്പെട്ട ഒരിതായിട്ട് എനിക്ക് മനസ്സിലാവാണ് ഇപ്പോൾ. ആശീർവാദം മേടിക്കാൻ വേണ്ടി ഞാനപ്പം മുട്ടുമേൽ നിൽക്കുമ്പോഴും എനിക്ക് ഈ ഒരു പൊരുളറിയില്ലായിരുന്നു കേട്ടോ. എന്ത് പൊരുളറിയില്ലായിരുന്നു? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണത് എനിക്ക് മനസ്സിലായത്. മനസ്സിലായോ? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കുകയാണ് എന്നുള്ളത് അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലായത് ഇപ്പം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ. അപ്പം ഞാനിപ്പോൾ അടുത്ത ഞായറാഴ്ച പറയാനുള്ളത് ഇപ്പം ഇന്ന് മുതൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അടുത്ത ഞായറാഴ്ച പറയാനുള്ളത് അടുത്ത ഖണ്ഡിക ഇന്ന് മുതൽ ഞാൻ ഇന്ന് രാത്രി മുതലൊക്കെ പതുക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അതായത് കഴിഞ്ഞ ആഴ്ചയാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അപ്പോഴും മനസ്സിലായില്ല. പക്ഷെ ഇപ്പം പറയുമ്പോഴാണ് കൂടുതൽ അത് ഇങ്ങനെ ഗ്രഹിക്കുക, ഇങ്ങനെ നമുക്കുള്ളിൽ അത് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. ആശീർവാദം ദൈവികവും ജീവദായകവുമായൊരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവാണ്. അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം എന്നതിന് ആരാധന, കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ എന്ന്. അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആരാധന, രണ്ടാമത്തെ കാര്യം എന്താണ്? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവ് വയ്ക്കൽ എന്നിങ്ങനെയാണ് അർത്ഥം. അപ്പം ഈ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കട്ടെ. കാരണം പുരോഹിതനിൽ നിന്ന് നമ്മൾ ഒരാശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ഒരു വാക്ക് എന്ത് വാക്കാണ്? നന്ദി, അല്ലെ? കൃതജ്ഞതാ പ്രകടനത്തോടെ, നന്ദി പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന്, അതായത് ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, ആരും ബലമായിട്ട് പിടിച്ച് വെച്ചിട്ട് പറയിപ്പിക്കുകയല്ല. നമ്മുടെ ഫുള്ള് സ്വാതന്ത്ര്യത്തോടെ, എന്ത്? കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന്, അതായത് എൻ്റെ സൃഷ്ടാവിന് ഞാൻ എന്നെ തന്നെ അടിയറവ് വയ്ക്കുകയാണ്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോ ആശീർവാദം മേടിക്കുമ്പോഴും ഉയരാനിടയാകട്ടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 ആമേൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.